കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പറവൂർ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കർഷകർക്ക് സൗജന്യമായി നൽകിവരുന്ന വൈദ്യുതി മാറ്റുവാനുള്ള ബിൽ കത്തിച്ച് പ്രതിഷേധിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ധർണ AICC അംഗം KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് ബാങ്കുകൾ ഇപ്പോൾ ജപ്തി നടപടികളുമായി മുന്നോട്ട് വരുന്നു. ഇങ്ങനെ സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് കാർഷിക വൃത്തി ഇന്ന് ഒരു ദുരിതത്തിലേക്കുള്ള വഴിയായി മാറിക്കൊണ്ടിരിക്കുന്നു. കാർഷിക കടത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്ന് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. ബാങ്കുകൾ നടപടി നിർത്തിവെക്കുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും ഭൂമി കയ്യേറി കുറ്റിയിടുന്നു. കാർഷിക ഭൂമിയുടെ നെഞ്ചത്താണ് ഈ കുറ്റി തുറക്കുന്നത്. ആരോടും ചോദ്യമില്ല, അനുവാദമില്ല. കോമ്പൻസേഷൻ എന്താണ്, ഈ പദ്ധതി എന്താണ് എന്നുപോലും അറിയില്ല. ഓരോ മന്ത്രിമാരും ഓരോ പ്രസ്താവന ഇറക്കുന്നു. രാജ്യത്ത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമി ഏക്കർ കണക്കിന് ഭൂമിയാണ് ഈ കേരളത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നത്. അത് കർഷകരുടെ അനുവാദമില്ല. അവർക്ക് ആവശ്യമായ കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനമില്ല. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഒരു വഞ്ചനാപരമായ നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2021 കേന്ദ്ര ഗവൺമെന്റ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഈ നാമമാത്രമായ കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി നൽകിക്കൊണ്ടിരിക്കുന്ന, പണ്ട് 30 വർഷം മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്ന മൻമോഹൻ സിംഗ് അടക്കം അതിനു മുമ്പുണ്ടായിരുന്ന അടക്കം കർഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, നാമമാത്രമായ കർഷകർക്കും അതുപോലെ പാടശേഖരങ്ങളിൽ കൂടിയിരിക്കുന്ന കർഷകർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി, സൗജന്യ വൈദ്യുതി നിർത്തലാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അവരൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. കർഷകർ സംഘം ചേർന്ന് പുതിയ കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ഒരുപാട് നൂലാമാലകളും നിബന്ധനകളും ഓർഡേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം പ്രാക്ടിക്കലായിട്ട് അത് നടക്കില്ലെന്നുള്ളത് ഗവൺമെന്റിനും അറിയാം, കർഷകർക്കും അറിയാം. അപ്പോൾ അത് എന്നേക്കുമായിട്ട് നിലനിർത്താൻ ലഭിക്കാൻ വേണ്ടി സർക്കാർ എടുക്കുന്ന ഒരു പ്രതിവിധിയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് കേരള ഗവൺമെന്റ്. ഇപ്പോൾ ഈ ഏപ്രിൽ 1-ാം തീയതി തുടങ്ങി കർഷകർക്ക് കിട്ടുന്ന വൈദ്യുതി അവർ നിർത്തലാക്കാൻ പോവുകയാണ്. നിർത്തലാക്കെന്ന് പറഞ്ഞാൽ കർഷകർ തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നേരിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ സംഘം ചേർന്ന്, സംഘത്തിലൊരു പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അവർ മുഖാന ഇതടക്കണം. ആ പൈസ നമ്മളുടെ സബ്സിഡി ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്നാണ് നിബന്ധന. ഇപ്പൊ ഇന്ന് മോഡി സർക്കാരിന്റെ ഗ്യാസ് കണക്ഷനിൽ സബ്സിഡി കിട്ടുന്നുണ്ടല്ലോ, അതേമാതിരിയായിരിക്കും ഈ സബ്സിഡി നമുക്ക് കിട്ടാൻ പോകുന്നത്. പാവം പിടിച്ച കർഷകനെ, നിലനിൽപ്പില്ലാത്ത കർഷകനെ അവന്റെ ഉപജീവന മാർഗം എങ്ങനെ കൊണ്ടു നടക്കുന്നത് പോലും അവനറിയില്ല. ആ ഒരു കർഷകൻ ഈ അവസ്ഥയിൽ സ്വന്തം കയ്യിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് ഒട്ടും നടപ്പല്ല. അവസാനം ഉണ്ടാകാൻ പോകുന്നത് 1 മാസം കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചില്ലെങ്കിൽ ഈ കണക്ഷൻ എന്നേക്കുമായിട്ട് വിച്ഛേദിക്കും. കേരള കൃഷിമന്ത്രി P. പ്രസാദിന് സൗജന്യ വൈദ്യുതി വിതരണം മാറ്റുന്നതിനെതിരെയുള്ള ഉത്തരവ് റദ്ദാക്കി പഴയ രീതി തുടരണമെന്നുള്ള മെമ്മോറാണ്ടം സമർപ്പിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ K. ഉണ്ണി, ഡേവിസ് പനക്കൽ, അനിൽ പുത്തൻവേലിക്കര, ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം സുഗതൻ മാല്യങ്കര, DCC ജനറൽ സെക്രട്ടറി കൊച്ചി ത്രേസ്യ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സുപ്രിയ ആഷിസ് കുമാർ, കോട്ടക്കൽ ആന്റണി, ചേന്നമംഗലം മണ്ഡലം പ്രസിഡന്റ് സിൽവസ്റ്റർ, മധുലാൽ, ചിന്നമ്മ മാത്യു, നടരാജൻ, ഹാരുൺ, ഹരിദാസ് KP എന്നിവർ പ്രസംഗിച്ചു. ധർണയിൽ AICC മെമ്പറായ KP ധനപാലനെ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS രാധാകൃഷ്ണൻ ആദരിച്ചു. 25 വർഷം പുത്തൻവേലിക്കര ക്ഷീരവികസന സംഘത്തിന്റെ പ്രസിഡന്റായി സേവനം പൂർത്തിയാക്കിയ ഡേവിസ് പനക്കലിനെയും ചടങ്ങിൽ ആദരിച്ചു.